Hello friends, Voices on the പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് വലിയൊരു താങ്ക്സ് പറയാണ്. കാര്യം നമ്മുടെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുള്ള ബഡ്ജറ്റ് പ്രൊജക്റ്റഡ് ഹോം തിയേറ്റർ എന്ന് പറയുന്ന വീഡിയോ 1K+ വ്യൂസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസിനും എല്ലാം. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ആ വീഡിയോ ഇതുവരെ കാണാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ സജഷനായിട്ട് കൊടുത്തിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് യൂട്യൂബിലും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒക്കെ നമുക്ക് കൃത്യമായിട്ടും തംബ്നെയിലും അതുപോലെ തന്നെ കവർ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ചില സമയത്ത് നമുക്ക് തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരാറില്ല. അപ്പം കറക്റ്റായിട്ടും അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്പാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആപ്പിൻ്റെ ഇൻ്റർഫേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ സ്റ്റോറിൽ നിന്നാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. പിക്സൽ ലാബ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഗാലറിയുടെയും ബാക്കി പെർമിഷൻസും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലായിരിക്കും നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് കാണാം ഒരു ബാക്ക്ഗ്രൗണ്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ന്യൂ ടെസ്റ്റ് എന്ന് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇതിൽ നമുക്ക് നിരവധി ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചായിരിക്കും നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചാനലാട്ടോ അല്ലെങ്കിൽ തംബ്നെയിലോ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇമേജിൻ്റെ സൈസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ അതെടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റം സ്ക്വയർ, അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചർ, യൂട്യൂബ് ചാനൽ, ബാനർ, യൂട്യൂബ് തംബ്നെയിൽ, അങ്ങനെ പല ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേതാണോ നമുക്ക് വേണ്ടുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് യൂട്യൂബ് തംബ്നെയിൽ ചെയ്യുന്ന ആണ്. അപ്പം നമ്മളിവിടെ യൂട്യൂബ് തംബ്നെയിൽ എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആസ്പെക്ട് റേഷ്യോ 16:9 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളവിടെ ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്ന പോലെ നമുക്ക് ചാനൽ തംബ്നെയിലിൻ്റെയും ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൽ എങ്ങനെയാണ് നമുക്കൊരു തംബ്നെയിൽ ശരിയാക്കാൻ പോകുന്നതെന്ന് കാണുന്നത്. ഇതിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം. കൂടുതൽ പേരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗാലറിയിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിലെടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെസ്റ്റ് കൊടുത്താൽ മതിയെങ്കിൽ നമുക്കിവിടെ ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് പ്രോപ്പറായിട്ടൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, അല്ലെങ്കിൽ പിന്നീടും സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഈ സിമ്പിളിൽ ആദ്യം നിൽക്കുക. അപ്പോൾ പ്ലസ് എന്ന് പറയുന്ന ഈ സിമ്പിൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ടെക്സ്റ്റ്, കറണ്ട് ഡേറ്റ, സ്റ്റിക്കർ, ഷേപ്സ്, ഫ്രം ഗാലറി, അങ്ങനെ ഡ്രോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാലറിയിൽ ഉള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ടായിരിക്കും നമുക്കൊരു തംബ്നെയിൽ ശരിയാക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രം ഗാലറി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫോണിലുള്ള ഗാലറിയിലെ ഓപ്ഷൻസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് ഒരു പ്രിവ്യൂ പോലെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ 16:9 ആക്കിയതുകൊണ്ട് കറക്റ്റ് അതിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത് എങ്ങനെ വേണം, ഇപ്പോൾ നമുക്ക് ഇത്രയും മാത്രം മതി ഫോട്ടോ എങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇവിടെ കറക്റ്റ് മിഡിലായിട്ടാണ് വരുന്നതിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളിത് തംബ്നെയിലിനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടും സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനെൻ്റെ തംബ്നെയിൽ ഫുള്ള് ഒരു 16:9 ആസ്പെക്ട് റേഷ്യോയിലാവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയാണ് നമുക്ക് ഇതിനകത്ത് എന്ത് ടൈറ്റിൽ കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ അഡീഷണൽ ആയിട്ട് ടെസ്റ്റ് ടൈപ്പ് ചെയ്തേണോ, അതൊക്കെ ഒരു യൂസറിൻ്റെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ വീഡിയോയുടെ കണ്ടന്റ് അനുസരിച്ചായിരിക്കും. ഇതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ നമ്മളൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ വീഡിയോക്കുള്ള ഒരു തംബ്നെയിലാണ് ഞാനിവിടെ നിങ്ങൾക്ക് സാമ്പിളായിട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റിങ്ങിന് ഒരു ചെറിയൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ഒരു ടെസ്റ്റ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വീണ്ടും പ്ലസ്സിൽ പ്രസ് ചെയ്യുക. പ്ലസ്സിൽ ആഡ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ടെസ്റ്റ് പഴയ ഓപ്ഷൻസ് എല്ലാം വരും. ഇപ്പോൾ നമുക്കൊരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇപ്പോൾ ഇവിടെ ന്യൂ ടെസ്റ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ഇവിടെ ഒരു പെൻസിലിൻ്റെ ഒരു മാർക്ക് കാണാം, അതിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ന്യൂ ടെസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് എന്താണോ നമ്മളുടെ ടോപ്പിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഇൻഷോട്ടിൻ്റെ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ ഇൻഷോട്ട് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് ഞങ്ങൾക്ക് സാമ്പിളായിട്ട് ചെയ്ത് കാണിക്കാം. ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ ഒരു ടൈറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം പിന്നെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാം ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് എന്നിവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു ഫോണ്ടിലാണ്, ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ടിലാണ് ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് എന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാമെന്ന് നോക്കാം. നമുക്കിവിടെ ബിലോ ഒരു പോർഷൻ ഉണ്ട്, അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് എന്ന് പറയുന്നത് കിടക്കുന്നത് നമ്മുടെ ഏതാണോ ടെക്സ്റ്റിനുള്ള എഡിറ്റിനെ സൂചിപ്പിക്കാനാണ്. ഇപ്പോൾ ടെക്സ്റ്റ് സൈസ്, അതുപോലെ കളർ മാറ്റാൻ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് മാറ്റുന്നത് ഇപ്പം ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഇവിടെ വൈറ്റ് തന്നെ കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആക്കാം. പക്ഷേ ഈ ഒരു കേസിൽ വൈറ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് തന്നെ കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഫോണ്ട് മാറ്റണം. ഇപ്പോൾ ഡിഫോൾട്ടുള്ള ഒരു ഇതാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്കും ഒരു ഇഷ്ടമുള്ള നമുക്ക് ഫോണ്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ടെക്സ്റ്റ് സൈസൊക്കെ പിന്നീട് മാറ്റാൻ പറ്റും, അത് ഞാൻ പറയാം. അപ്പം ഈ ഒരു ഫോണ്ട് കൊടുത്തു. അപ്പം നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വേറെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ടെക്സ്റ്റ് സൈസ് മാറ്റുന്നത് നോക്കാം. ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ടെക്സ്റ്റ് സൈസാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള എത്രയാണോ വലുപ്പം അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്, ഏത് തംബ്നെയിൽ വേണമെങ്കിലും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും നമ്മളുടെ ഹെഡിങ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് എന്നും പറഞ്ഞൊരു ടെക്സ്റ്റ് ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഇഷ്ടമുള്ളത് എവിടെയാണോ അവിടെ വെച്ചിട്ട് നമുക്കത് ഓക്കെ കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾക്കത് സാമ്പിളായിട്ട് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചും. ഇപ്പം ഞാൻ തൽക്കാലം ഞാൻ ഇങ്ങനൊരു തംബ്നെയിലാണ് കൊടുക്കുന്നത്. ഇഷ്ടമുള്ളിടത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തംബ്നെയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി എന്തെങ്കിലും വേണമെങ്കിൽ, ഇനിയും നമുക്ക് വേണമെങ്കിൽ ഗാലറിയിൽ നിന്ന് വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പോലെ തന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്ത് ഇഷ്ടമുള്ളിടത്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ജനറലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതായത് നമ്മൾ ആദ്യം ഇപ്പം യൂട്യൂബ് ചാനൽ ആർട്ടാണോ അതോ എന്താണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജ് സൈസിൽ പോയിട്ട് ഒന്നീ കസ്റ്റം ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ആണോ യൂട്യൂബ് തംബ്നെയിലാണോ ചാനൽ ആർട്ടാണോ അങ്ങനെ ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗാലറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കയറ്റുക. എല്ലാം ആഡ് ഓപ്ഷനിലാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ടെക്സ്റ്റിൻ്റെയൊക്കെ കളർ മാറ്റാനുള്ള ഓപ്ഷനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗാലറിയിൽ നിന്നുള്ള ഒന്നും വേണ്ട എങ്കിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇവിടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ അവർ കൊടുത്തിട്ടുമുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം നമ്മൾ ഗാലറിയിൽ നിന്നുള്ളവരെണ്ണം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് നിങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ഒരു ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എക്സ്പോർട്ട് ഇമേജ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ഇമേജിൽ നിൽക്കുക. എക്സ്പോർട്ട് ഇമേജിൽ നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കയറിയിട്ട് നമുക്ക് ഈ ക്വാളിറ്റി നമുക്ക് ഹൈ, വെരി ഹൈ അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ അൾട്രാ എന്ന് പറഞ്ഞ് തന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക മാക്സിമം ക്ലാരിറ്റിക്ക് വേണ്ടി. അപ്പോൾ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമേജ് ഗാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണോ ഉപയോഗിക്കേണ്ടത് അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് പിക്സൽ ലാബ് എന്ന് പറയുന്നത്. നമുക്ക് ചാനൽ ആർട്ടും അതുപോലെ തന്നെ നമുക്ക് തംബ്നെയിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. സോ വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളും എനേബിൾ ചെയ്യുക. അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം.